അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു. സോ ഇന്ന് നമ്മൾ ഇവിടെ എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് നോക്കാൻ പോകുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ GAAP അതല്ലെങ്കിൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. അപ്പോൾ GAAP the term generally accepted എന്താണ് മീൻസ് ദാറ്റ് ദീസ് പ്രിൻസിപ്പിൾ മസ്റ്റ് ഹാവ് സപ്പോർട്ട്. അപ്പോൾ ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനൊക്കെ ഒരു സപ്പോർട്ട്, ഒരു ഊന്നൽ നൽകണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ദ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ റെഫേഴ്സ് ടു ദ റൂൾസ് ഓർ ഗൈഡ് ലൈൻസ് അഡാപ്റ്റഡ് ഫോർ റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിഞ്ഞിരിക്കണം? അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതിൻ്റെ ഗൈഡ് ലൈൻസ് എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കത് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യേണ്ട കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. But these principles have evolved over a long period of time on the basis of past experience. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലേ പറഞ്ഞു, ഒരുപാട് വർഷത്തോളം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. Any accounting standard. The term standard denotes a discipline which provides both guidelines and yardsticks for evaluation. As guidelines, accounting standard provide uniform practice and common technique of accounting. ഇപ്പോൾ അക്കൗണ്ടിങ്ങിനും എന്തുണ്ട്? ടെക്നോളജി ഒക്കെ ഉണ്ട്. കോമൺ ആയിട്ടുള്ള ടെക്നോളജി എന്താണ്? അത് തന്നെയാണ് ഇവിടെയുള്ളത്. ആസ് എ ജനറൽ റൂൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആപ്ലിക്കബിൾ ടു ഓൾ കോർപ്പറേറ്റ് എൻ്റർപ്രൈസ്. എല്ലാ കോർപ്പറേറ്റ് എൻ്റർപ്രൈസിനും ഒരേ റൂൾ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ദേ മെയ്ഡ് കോപ്പറേറ്റീവ് ഫ്രം എ ഡേറ്റ് സ്പെസിഫൈഡ് ഇൻ ദ സ്റ്റാൻഡേർഡ്സ്. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇൻ ഇന്ത്യ, അതായത് ICAI, constituted the accounting standard board ASB in April 1977 ഫോർ ഡെവലപ്പിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഈ ഇയറിലാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ പ്രവർത്തിച്ച് വരുന്നതും അതിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബേസ് ചെയ്ത് ഫോളോ ചെയ്യാനൊക്കെ ചെയ്യുന്നത്. However, the International Accounting Standard Committee was set up in 1973 സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. വിത്ത് ഇറ്റ്സ് ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ഇൻ ലണ്ടൻ, UK. Okay. The Accounting Standard Board is entrusted with the responsibility of formulating standards on significant accounting matter, keeping in view of international development and legal requirements in India. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് വരുന്നതിനനുസരിച്ച് ഒരുപാട് ലീഗൽ റിക്വയർമെൻറ്റ്സ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യുന്നുണ്ട്. ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ ASB എന്ന് പറയുമ്പോൾ എന്താണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ് അല്ലേ. ഈസ് ടു ഐഡൻറ്റിഫൈ ഏരിയ ഇൻ വിച്ച് യൂണിഫോമിറ്റി ഇൻ സ്റ്റാൻഡേർഡ് ഈസ് required and to develop draft standard after decision with representatives of the government, public sector and undertakings, industries and other agencies. അപ്പോൾ ഇവരുടെ ഒക്കെ എന്ത് വേണം? സപ്പോർട്ടും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ, ഡിസ്കഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് നമുക്ക് സ്മൂത്തായിട്ട് നമുക്ക് ബിസിനസ് കൊണ്ടുപോകാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, IAC has brought out 40 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, 40 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ചിലപ്പോൾ നിങ്ങളോട് ഏതെങ്കിലും 5 എഴുതാൻ പറയും, ചിലപ്പോൾ ചിലത് മെൻഷൻ ചെയ്തിട്ട് തന്നെ പറയും ഇന്നത് എന്നുള്ളത്. അപ്പോൾ അത് കഴിയുന്നതും 40 നിങ്ങൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, ഡിസ്ക്ലോസർ ഓഫ് അക്കൗണ്ടിങ് പോളിസിയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 എന്താണ്? ഡിസ്ക്ലോസർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ആണ്. 1979 ജനുവരിയിലാണ്. ദിസ് സ്റ്റാൻഡേർഡ് ഡീൽസ് വിത്ത് ദ ഡിസ്ക്ലോസർ ഓഫ് സിഗ്നിഫിക്കൻസ് അക്കൗണ്ടിങ് പോളിസീസ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന സിഗ്നിഫിക്കൻസ് ആണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 പറയുന്നത്. 2 എന്താ പറയുന്നത്? വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസ് ആണ് പറയുന്നത്. 1981 ഡീൽസ് വിത്ത് ദ പ്രിൻസിപ്പിൾസ് ഓഫ് വാല്യൂയിങ് ഇൻവെൻട്രീസ് ആണ് വാല്യൂ ചെയ്യുന്നത്. അടുത്ത 3 പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. 4 എന്താണ്? കണ്ടിജൻസീസ് ആൻഡ് ഈവൻ ഒക്കറിങ് ആഫ്റ്റർ ദ ബാലൻസ് ഷീറ്റ്. 5 പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ഫോർ ദ പീരിയഡ്. 6 ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ്. 7 എന്താണ്? അക്കൗണ്ടിങ് ഫോർ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്സ്. 8 അക്കൗണ്ടിങ് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്.
ഇവിടെ എന്താണ്, ദ സ്റ്റാൻഡേർഡ് ഡീൽസ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, കോസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. 9 എന്താണ്, റവന്യൂ റെക്കഗ്നൈസേഷൻ ആണ്. 10 അക്കൗണ്ടിങ് ഫോർ ഫിക്സഡ് അസറ്റ്. സോ ഇതാണ് ഓർത്ത് വയ്ക്കേണ്ടത്. ഇത് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നതാണ് ഓർത്ത് വയ്ക്കേണ്ടത് കേട്ടോ. അപ്പോൾ അക്കൗണ്ടിങ് ഫോർ ഫിക്സഡ് അസറ്റ് ഏത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചു വെച്ചതാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ചിലപ്പോൾ ഇതിലുള്ള എക്സാമ്പിൾസ് തരും. ഗുഡ് വിൽ പേറ്റന്റ് ട്രേഡിംഗ് ആൻഡ് ഡിസൈൻസ് ഏത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലാണുള്ളതെന്ന് ചോദിക്കും. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 എന്ന് പറയണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഏത് ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഉത്തരം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി അക്കൗണ്ടിങ് ഫോർ ദ എഫക്ട്സ് ഓഫ് ചേഞ്ചസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്. ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ഏതിലാണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 11 വരുന്നത്. ഇനി 12 വരുന്നതാണ് ഗവൺമെൻറ് ഗ്രാൻസ് ആണ്. അക്കൗണ്ടിങ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് 13, അമാൽഗമേഷൻ 14, അക്കൗണ്ടിങ് ഫോർ റിട്ടയർമെൻറ്റ് 15, ബോറോവിങ് കോസ്റ്റ് 16, സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് 17, റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോസർ 18, ലീസസ് 19, ഏർണിംഗ് പെർ ഷെയർ 20, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 21, അക്കൗണ്ടിങ് ഫോർ ടാക്സസ് ഓൺ ഇൻകം 22, അക്കൗണ്ടിങ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അസോസിയേറ്റ്സ് ഇൻ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 23, ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് 24, ഇൻ്ററീം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് 25, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് 26, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ജോയിൻറ്റ് വെഞ്ചർ 27, ഇമ്പയർമെൻറ്റ് ഓഫ് അസറ്റ് 28, പ്രൊവിഷൻസ് ഓഫ് കണ്ടീജൻ്റ് ലയബിലിറ്റി 29. കണ്ടോ, ഇത് കണ്ടില്ലേ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 ഡീൽസ് വിത്ത് എന്താണ്? 29 ഡീൽസ് വിത്ത് 26, 20, 21. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത്തരം ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് 29 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് തന്നിരിക്കുന്നത്. സോ 29 നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും, എളുപ്പമാണ്. ഓക്കെ.